മലയാളികളുടെ പ്രിയപ്പെട്ട ഡോക്ടർക്ക് തലസ്ഥാന നഗരിയുടെ വേദനയിൽ പടർന്ന യാത്രാമൊഴി. അബുദാബി മുസാഫയിലെ താമസ സ്ഥലത്ത് തിങ്കളാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയ കണ്ണൂർ തളാപ്പ് അരേക്കണ്ടി സ്വദേശി ഡോക്ടർ ധനലക്ഷ്മി 54 വയസ്സിന്റെ എംബാമിംഗ് നൂറുകണക്കിന് പേരുടെ സാന്നിധ്യത്തിൽ ബെനിയാസ് മോർച്ചറിയിൽ നടന്നു. മുസാഫ ലൈഫ് കെയർ ആശുപത്രിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ ധനലക്ഷ്മിയുടെ മുഖം അവസാനമായി ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കാനായി സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ആശുപത്രി അധികൃതരും അടക്കം വിവിധ മേഖലകളിലുള്ള നൂറുകണക്കിന് പേർ എത്തിച്ചു. മൂക്കത്ത് തളം കെട്ടി നിന്ന അന്തരീക്ഷത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനായി അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയി. എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയും കൂടിയായിരുന്ന ധനലക്ഷ്മി അബുദാബിയിലെ കലാ സാമൂഹിക സാംസ്കാരിക കായിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. എപ്പോഴും ചിരിച്ച മുഖത്തോടെ അല്ലാതെ ഡോക്ടറെ ആരും കണ്ടിട്ടില്ല. ഒരിക്കൽ പരിചയപ്പെട്ടവരാരും അവരെ മറക്കുകയുമില്ല. അത്രയ്ക്കും ഹൃദയവർജകമായ പെരുമാറ്റമായിരുന്നു ഡോക്ടറുടേതെന്ന് അബുദാബിയിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പറയുന്നു. അബുദാബി മലയാളി സമാജത്തെ കൂടാതെ ഇവിടുത്തെ മിക്ക മലയാളി സംഘടനകളുമായും വളരെ അടുപ്പം പുലർത്തിയിരുന്നു. സാഹിത്യത്തോടും എഴുത്തിനോടും അഭിനിവേശമായിരുന്നു. അൺഫിറ്റഡ് എന്ന ഇംഗ്ലീഷ് പുസ്തകം ഉൾപ്പെടെ 3 പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ്. 10 വർഷത്തിലേറെയായി UAE പ്രവാസിയായ ഡോക്ടർ ധനലക്ഷ്മിയെ മുസഫയിലെ താമസ സ്ഥലത്ത് രാത്രിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 2 ദിവസമായി ഫോണിൽ വിളിച്ചു കിട്ടാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചപ്പോഴാണ് വിവരമറിഞ്ഞത്. ജോലിസ്ഥലത്തും അവർ പോയിരുന്നില്ല. മുൻപ് കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലും സേവനം അനുഷ്ഠിച്ചിരുന്നു. ജീവിതത്തെ വളരെ മനോഹരമായി ആസ്വദിച്ചിരുന്ന ഡോക്ടറുടെ വിയോഗം UAE മലയാളി സമൂഹത്തിന് വിശ്വസിക്കാനേ ആകുന്നില്ല. അടുത്തിടെ ഷാർജയിൽ കൊല്ലം സ്വദേശികളായ വിഭജിക, ഇവരുടെ മകൾ 1.5 വയസ്സുകാരി വൈഭവി, തുടർന്ന് അതുല്യ എന്നിവരുടെ മരണത്തിന്റെ നടുക്കം മാറും മുൻപെയാണ് മലയാളി ഡോക്ടർ കൂടി വിട പറഞ്ഞിരിക്കുന്നത്. കണ്ണൂരിലെ ആനന്ദകൃഷ്ണ ബസ് സർവീസ് ഉടമസ്ഥനായിരുന്ന പരേതനായ നാരായണന്റെയും ചന്ദ്രമതിയുടെയും മകളാണ്.